ഇനി നമ്മുടെ ആ ഒരു ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 161 പഴയ 161 പോലെയല്ല, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. പ്രത്യേകിച്ച് പഴയ 161 നമുക്ക് നല്ല ഒരു തിന്നായിട്ടുള്ള സ്റ്റെം ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ അടിച്ച് പരത്തിയേക്കുന്നുണ്ട്. കൂടാതെ അവിടെ എനിക്കൊന്ന് ബോട്ടെന്നായിരുന്നു എഴുതി തോന്നുന്നു, പക്ഷേ ഇവിടെ ബോട്ടിൻ്റെ ലോഗോയാണ്. കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ മുകളിൽ കാണാം. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. പിറകു ഭാഗം മാത്രമാണ് ഒരു മാറ്റ് ഫിനിഷ്, ബാക്കി എല്ലാം തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും വരിക. കൂടാതെ 40 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 7 to 8 hours എന്തായാലും നമുക്കിന്ന് സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നതാണ്. എവിടെയും പക്ഷേ മെൻഷൻ ചെയ്തിട്ടില്ല എത്ര മണിക്കൂറാണ് നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുക എന്നുള്ളത്. ഈ ഒരു LED ഇൻഡിക്കേറ്ററിന്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറെ സംശയമില്ല. എന്തായാലും വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. എന്നാൽ സ്പോട്ടിഫൈ പ്രീമിയം അല്ലാത്തതുകൊണ്ട് തന്നെ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകത്തില്ല. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള 50 ms ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ബീസ് മോഡ് ഓൺ ആകും. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള 2 EQ മോഡ്സ്, സിഗ്നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഔട്ട്പുട്ടും അങ്ങോട്ട് സ്വിച്ച് ഓവർ ആവുന്നത്.